ഇവരെക്കുറിച്ച് ഞാൻ വലിയ ഇൻട്രോ തരേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ മൈക്കിലൂടെ ഓൾറെഡി രഞ്ജിത്തിനെ കണ്ടതാണ്. ഒരു ഓൾറൗണ്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ഫൈറ്റ് സീക്വൻസ് അടിപൊളിയാണ്. രഞ്ജിത്ത് മൊത്തം പാട്ട് പാടില്ല എന്ന് പറയാം. ഞാൻ എങ്ങാനും പാടാൻ പറഞ്ഞ അതുകൊട്ടെ ഞാൻ പറയുന്നില്ല. ഇനി നേഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേർക്കും അറിയാം. ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മുഖമാണ്. ആൻഡ് ഷീ സിംഗ്സ് റിയലി വെൽ. പാട്ടും പാടും ഡാൻസും ചെയ്യല്ലേ, കുറച്ചോ അങ്ങനെ വിനീതനായിട്ട് പറയണ്ട. ആദ്യം തന്നെ രഞ്ജിത്തിനൊരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ സ്ക്രീനിൽ കണ്ടതിനേക്കാളും മുടിക്കും ആകെപ്പാടൊരു വ്യത്യാസം. ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് മുടി വെട്ടേണ്ടി വന്നു. പിന്നെ താടിയും കുറച്ചൊന്ന് പോയി, അതിൻ്റെ ആയിരിക്കും ചിലപ്പം. ബട്ട് എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളോടൊപ്പം നമ്മുടെ പടത്തിൻ്റെ ലോഞ്ചിന് ഭാഗമായതുകൊണ്ട് താങ്ക് യു സോ മച്ച് എവറിബഡി. പറഞ്ഞ പോലെ തന്നെ ഖൽബ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഒരുപാട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സ്റ്റോറി അവതരിപ്പിക്കുന്ന ഖൽബ്. സോ നിങ്ങളെല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എവറിബഡി. താങ്ക് യു. അത്ര പെട്ടെന്ന് താങ്ക് യു പറഞ്ഞ പോലെ ഖൽബ് പോലൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രണയത്തിൻ്റെ 7 സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ലവ് സ്റ്റോറി? യു സിംഗിൾ, റെഡി ടു മിംഗിൾ, എന്തെങ്കിലും പ്രണയത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. I mean, obviously, നമ്മളെല്ലാവരും പ്രണയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. We all have our own stories. We all have, our own experiences with love. So, I mean, എന്ത് question? First love. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ടേപ്പ് കിട്ടിയതാ ആക്ച്വലി. But like I said, that's how you learn. നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് we get better at loving people, we get better at loving ourselves. And so പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ പടം ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ഓഫ് യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് വിത്ത് ഇറ്റ്. അതെനിക്ക് അഷ്യൂർ ചെയ്യാം. അല്ല, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. 7 സ്റ്റേജസിൽ കൂടെ കടന്നു പോയാലാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഉത്തരം കിട്ടി. നേഹ, അടുത്ത എൻ്റെ പേര് നേഹയാണ്. ഓക്കെ നേഹ, പറയൂ. സിംഗിൾ, റെഡി ടു മിംഗിൾ, തേപ്പ് കിട്ടി, തേപ്പ് കൊടുത്തു, ഏതവസ്ഥയിലാണ്? ഈ 7 സ്റ്റേജസും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടില്ല. ഭാഗ്യവതി, അതിൽ കൂടെ ഒന്ന് കടന്നു പോകാതെ നിൽക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നേഹ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ ഒരുപാട് ഹൃദയങ്ങൾ സ്റ്റീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞ് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണോ രഞ്ജിത്തിനെ കൊണ്ട്, അതോ പാട്ടിട്ട് രഞ്ജിത്ത് ഡാൻസ് ചെയ്യണം? ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? എങ്ങനെയാണ്? രണ്ടാണേലും ഡാൻസ് ഉണ്ട്. പാട്ടിട്ട് ഡാൻസ് ചെയ്താലോ? രണ്ടുപേരും പാട്ടിടുമ്പോൾ രണ്ടുപേരും ഡാൻസ് ചെയ്യണം. നമ്മൾ ആലപ്പുഴ മുല്ലക്കൽ എന്ന് പറയുന്ന പാട്ടും അതിൻ്റെ സ്റ്റെപ്സുമാണ് ഇപ്പോൾ കാണി പോകുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ സൈഡിലോട്ട് മാറിയിരുന്നോളാം. ആ പാട്ടൊന്നിടാം. അവിടെയുണ്ട്. നിങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് വരണം. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കാർത്തിക് മുതൽ എല്ലാവരും സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളവരെല്ലാവരും. ആതിര, ഒരു ആതിര പട്ടേൽ, സനൂപ്, സനൂപ് അല്ലേ? ആതിര, അതെ, സനൂപ്. ഓക്കെ, സനൂപ്. ബാക്കി എല്ലാവരും ഈ സിനിമയിലുള്ള സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, അങ്ങനത്തെ എല്ലാ പ്രൊഫൈൽസിലുള്ള താരങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് വരണം. എങ്ങനെയുണ്ടായിരുന്നു? സിനിമയിലെ അനുഭവങ്ങളിലേക്ക് നമ്മൾ കടക്കും. അതിൻ്റെ കൂടെ ആർക്കൊക്കെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും താല്പര്യമുണ്ട്? നേഹ റെഡി ആയിട്ടാണ് വന്നത്. നേഹ പറഞ്ഞ രേണു ഒരു പാട്ട് പാടാതെ എന്നെ വിടരുത്, ഞാൻ റെഡിയാണ്. അപ്പം നേഹയുടെ കൂടെ പാടാൻ ഡാൻസ് കളിക്കും. നേഹ പാടുന്നു, അതിന് ഡാൻസ് കളിക്കും. അങ്ങനെയല്ല. ഓക്കെ, നേഹ മുന്നിലേക്ക് വരൂ. പാട്ട് ചുമ്മാ ഇൻസ്റ്റഗ്രാമിലൊക്കെ മാത്രം പാടിയാൽ മതി. ഞങ്ങൾ കേൾക്കണ്ടേ, അറിയട്ടെ. ഞാൻ പറഞ്ഞ നുണയാന്ന് ഇവർ ഓർക്കില്ലേ? പിന്നെ എന്നെ കാണുമ്പോൾ ഒരു പറയില്ലേ കള്ളിന്ന്? നേഹ ആയിക്കോട്ടെ. ആദ്യം എല്ലാവരോടും ഒരു നന്ദി പറയാനുണ്ട്. എല്ലാവരും സമയമെടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്കൊരു പാട്ടുണ്ടായാലും പാടണമല്ലോ. மனமதேதா எதிர்பார்க்கும்
ഇനി ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ലിറിസിസ്റ്റ് സുഹൈലിനെ. സുഹൈൽ 20 പാട്ടിന് ലൈൻസ് എഴുതുക. ഇനി ഞാൻ ഇതിന്റെ സിംഗേഴ്സിനെ വിളിക്കുകയാണ്. സൽമാൻ കൊറോത്ത, മക്ബൂൽ സൽമാൻ. മക്ബൂൽ സൽമാൻ രണ്ടുപേരും സ്റ്റേജിലേക്ക് വരണം. ഒളിച്ചു നിൽക്കുവാണോ? ആ വരുന്നുണ്ടല്ലോ. മക്ബൂല് വന്നപ്പോഴേ ജാമ്യം എടുത്തു. എൻ്റെ തൊണ്ട പണി മുടക്കിയിരിക്കുകയാണ്, എന്നോട് പാടാൻ പറയരുതെന്നൊക്കെ. ശരിക്കും തൊണ്ട പണി മുടക്കിയിരിക്കുകയാണോ? ആ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആളുടെ പക്ഷെ പാടാൻ റെഡി ആയിട്ടായിരിക്കുമല്ലോ വന്നേക്കുന്നത്, ഇല്ലേ? ഹായ്. ഉയിരിൽ തൊടും തണി വിരലാവണി അരികെ നടക്കണേ അലയും ചുടുകാറ്റിൻ കൂട്ടിനയാ നാം ഒരു നാക്കിന കുടിലിൽ ചെന്നണയും ഇരുനിലാവലയാ ആരും കാണാ ഹൃദയതാരമതിൽ മുറുകി നാം ആരും കേൾക്കാ പ്രണയജാലകഥ പലവരു പറയുമോ. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ശരിക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. മക്ബൂൽ താൻ ചാൻസ് കളഞ്ഞു. ഇനി താൻ പാടണ്ട. താൻ തൊണ്ടയില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവും, ഞാൻ പാടാം. പക്ഷേ ചെറിയൊരു പനി കിട്ടി. അപ്പോൾ തൊണ്ടവേദന. ഇന്ന് രാവിലെ റെക്കോർഡിങ്ങിന് പോയിട്ട് വിമലും ഞാനും കൂടി കുറച്ച് നേരം ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല. അപ്പോൾ നാളെ രാത്രി റെക്കോർഡിങ് വെച്ചിരിക്കുക. ആക്ച്വലി റെക്കോർഡിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാധ്യത കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളത് വിളിയോട് വിളി ചെറിയൊരു പനി കിട്ടി. ട്രൈ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ടായിരിക്കും. ഞാൻ ശ്രമിക്കാം. പാടി കൊളമാക്കിയാൽ തെറി പറയരുത്. ഞാനത് എഴുതിയൊരു പാട്ടാണ്. എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാവൊളിയും നീയേ എൻ്റെ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ എന്നിലെ നിലായി പടച്ച പെണ്ണേ മുഖത്തെ മണ്ണിലായി പിറന്ന പെണ്ണേ എന്നിലെ റൂഹിന്റെ പകുതിയല്ലേ എന്നിലെ നൂറായി നിറഞ്ഞതല്ലേ എന്നിലെ വെളിച്ചം നീയേ മുത്തായി നീ മിന്നണ മാലയല്ലേ എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാവൊളിയും നീയേ എൻ്റെ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.